Hi friends, welcome to Capture Kit. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഫോട്ടോ എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്യാനാണ്. സോ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് വെച്ചാൽ നിതിൻ അലക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും സമയം കളഞ്ഞാൽ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഫോട്ടോ എടുത്തു നോക്കാം. എന്നിട്ട് ഇതിനകത്ത് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൊക്കെയൊക്കെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. രണ്ടാമതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് ഒരു ലെൻസ് പിടിച്ച് വെക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം ഫോണിൽ. മൂന്നാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിങ് ഉണ്ട്. അപ്പോൾ ഈ 3 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ ഈസി ആയിട്ട് എടുക്കാം മൊബൈൽ ഉപയോഗിച്ചിട്ട്. ഇനി ഈ ഫോട്ടോയുടെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ലെൻസിനകത്ത് ഫ്രണ്ട് വന്നിരിക്കുന്നത് ഒരു ഐ ആണ്, അതായത് ഒരു തീ പിടിച്ച് വെക്കുന്ന ഒരു ഐ ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റ്. അത് നമുക്ക് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ലെൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ക്രോമിൽ കയറിയിട്ട് ജസ്റ്റ് ലെൻസിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്താൽ മതി. എന്നിട്ട് കൈ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് മൊബൈലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് കയറ്റാം. അതെങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോമിൽ പോകണം, വന്നിട്ട് ബൊക്കെ നാച്ചുറൽ എഫക്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാൻ നേരം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റുക. അതിനകത്ത് നമ്മൾ നാച്ചുറലായിട്ട് ഇഷ്ടമുള്ളൊരു ബൊക്ക ഡൗൺലോഡ് ചെയ്യുക, അതായത് ആ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു, എന്നിട്ട് അതിനകത്ത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഞെക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്ത സാധനം ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെൻസ് കൈ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം. അതിനകത്ത് നമ്മൾ നേരെ ക്യാമറ ഓപ്പൺ ചെയ്തു, എന്നിട്ട് മൊബൈൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചു. എന്നിട്ട് കറക്റ്റ് ഞെക്കി അങ്ങ് പിടിച്ച് ഫോക്കസ് ലോക്കാക്കി, എന്നിട്ട് നേരെ ലെൻസ് എടുത്തിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഫോക്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെൻസ് എടുത്തിട്ട് നേരെ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഫോക്കസ് ചെയ്തിട്ട് കൂടെ ഒരാളുണ്ടെങ്കിൽ ഈസി ആയിരിക്കും ഫോക്കസ് ചെയ്ത് ലോക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മളില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയിന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചു. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, എന്നിട്ടൊന്ന് ഫോട്ടോ എടുത്തു. ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈമർ വെച്ച് ഫോട്ടോ എടുത്താൽ മതി, അതായത് 10 സെക്കൻഡിൻ്റെ ടൈമർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാനാണ് നമുക്ക് PicsArt എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ട് ഒരു PNG ബാക്ക്ഗ്രൗണ്ട് കാണും, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഈ ഫോട്ടോ നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് അതിൻ്റെ സൈഡ് റബ്ബ് ചെയ്ത് കൊടുക്കണം. കൈ മൊത്തത്തിൽ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക. ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഫോട്ടോൻ്റെ റബ്ബ് ചെയ്യണം, അതായത് അതിൻ്റെ കൈ മാത്രം ആക്കണം. മറ്റേ ഫോട്ടോയിൽ കണ്ടുവന്ന, അതായത് ഒറിജിനലിൽ കണ്ട പോലെ തന്നെ നമുക്ക് ആ കൈൻ്റെ ഭാഗം മാത്രമാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇറേസർ ടൂൾ ഉണ്ട്, അതൊന്ന് എടുക്കുക. അതെടുത്തിട്ട് നമുക്ക് ആ സൈഡ് ഒന്ന് കറക്റ്റ് റബ്ബ് ചെയ്യണം, അതായത് ആ ഫോട്ടോൻ്റെ സൈഡ്. അപ്പോൾ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കളയാം. ഇപ്പോൾ ചിലവർ വിചാരിക്കും ഈ മൊബൈൽ ഫോൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാവില്ല എന്ന്. അതൊരു തെറ്റെന്നാണ് ഞാൻ പറയാം. കാരണം മൊബൈൽ വെച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. കുറച്ചുകൂടി ടൈം എടുക്കുകയാണെങ്കിൽ നല്ല പക്കായിട്ട്, അതായത് പക്ക എന്ന് വേണമെങ്കിൽ പറയാം, അതേപോലെയായിട്ട് ചെയ്യാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സൈഡൊക്കെ റബ്ബ് ചെയ്ത് കളയാണ്. അപ്പോൾ നമ്മൾ കഴിയാനായി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കി. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുത്ത് സേവ് ചെയ്തു. ഇപ്പോൾ അതൊരു PNG ഇമേജാണ്. എന്നിട്ട് ഇനി നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒന്നുകൂടെ PicsArt ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് ആ ബൊക്കേൻ്റെ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ സേവ് ചെയ്ത PNG ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ആഡ് ചെയ്ത ശേഷം നമുക്ക് ആ കറക്റ്റ് ആ ഫോട്ടോയിലുള്ള പോലെ സൈഡിൽ കൊണ്ടുപോയി വെക്കുക. സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്ത് മെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാണ്. ഞാൻ പറഞ്ഞില്ല, ഐസ് ലെൻസിൻ്റെ ഫ്രണ്ടിലുള്ള. അതിനായിട്ട് നമ്മൾ നേരെ PicsArt തന്നെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, സൈഡിലേക്ക് വന്നിട്ട് അതെടുക്കുക. അതെടുത്തിട്ട് നേരെ ലെൻസ് എന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതേ കൂട്ട് സെയിം സാധനം പല കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരെണ്ണം എടുത്തു, എന്നിട്ട് ജസ്റ്റ് ആ ലെൻസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് അതിനകത്ത് ഒപ്പാസിറ്റി ഒന്ന് കുറച്ചു. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. ഇനി റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോയിട്ട് അതിൻ്റെ സൈഡൊന്ന് ഷെയ്ഡ് ചെയ്ത് കളയാം. അന്നേരം നമുക്കത് വെച്ചതായിട്ട് തോന്നില്ല, സൈഡിലൊരു ഷെയ്ഡ് വരും. ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ റബ്ബ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഫോട്ടോൻ്റെ ഏകദേശം വർക്ക് നമുക്ക് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം നമ്മൾ നേരെ Lightroom എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം Lightroom ഓപ്പൺ ചെയ്യാന്നിട്ട് നമുക്ക് നേരെ ടൂൾസിൽ പോയിട്ട് കളറും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാട്ടിത്തരാം. ഫോട്ടോ ആഡ് ചെയ്തു. എന്നിട്ട് ഇനിയിപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഒരു നീല ബൊക്കയും പിന്നെ ബ്ലാക്ക് ഷെയ്ഡുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതെന്താ കാട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ വീഡിയോ ഓവർ ലെങ്ത് ആയി പോകും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ വേണമെങ്കിൽ Lightroom ട്യൂട്ടോറിയൽ ഇടാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേണമെങ്കിൽ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഇടാവുന്നതാണ് Lightroom ട്യൂട്ടോറിയൽ. അപ്പോൾ ഞാൻ വേഗം കളർ അഡ്ജസ്റ്റ് ചെയ്തു, ബ്ലാക്ക് ആക്കി. ഇനിയിപ്പോൾ യെല്ലോ ഷെയ്ഡാക്കി. കാരണം യെല്ലോ ഷെയ്ഡാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഹീലിയം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിൽ പോയിട്ട്, അതായത് അതിൻ്റെ കൈ വെച്ച് ബാക്കി എല്ലാം സെലക്ട് ചെയ്യുക. അതായത് ഒരു നീല ബൊക്കെ ആക്കണം, പിന്നെ
ഒരു ബ്ലാക്ക് ഷെയ്ഡും ആക്കണം. അപ്പോൾ ഈ കയ്യിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്യാത്തത്. എന്നിട്ട് നമ്മൾ നേരെ ടൂൾസൊക്കെ എടുക്കണം. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് നീലയിലാക്കി വെക്കുമ്പോൾ കണ്ടോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു നീല വരാൻ തുടങ്ങി. കണ്ടോ ഇപ്പോൾ നീലയായി. ഇനിയിപ്പോൾ ആ യെല്ലോ ഷെയ്ഡ്, അതായത് ആ യെല്ലോ ഭാഗം വന്നത് സെലക്ട് ചെയ്തിട്ട് അവിടെ ബ്ലാക്ക് ആക്കണം. അപ്പോൾ ഏകദേശം ഈ ഫോട്ടോൻ്റെ പണി കഴിയും. അപ്പോൾ നമുക്ക് നേരെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ചൊന്ന് ഓവറായി, അന്നേരം കുറച്ചൊന്ന് കുറച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. കാരണം ആ യെല്ലോ സൈഡ് ചില സ്ഥലത്ത് പോയിട്ടില്ല. അപ്പോൾ ആ ഭാഗങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വേഗം ഒന്ന് ചെയ്തു. കണ്ടോ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആ ഫോട്ടോൻ്റെ ഒറിജിനൽ ഫോട്ടോൻ്റെ ആ ഫീല് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കമ്പയർ ചെയ്ത് കാണിക്കാം. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ആ സൈഡും കൂടി ഒന്ന് സെലക്ട് ചെയ്തിട്ട്, അതായത് മേലെ ഏറ്റവും മേലെ സൈഡ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബ്രൈറ്റ്നസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വേഗം ഷെയ്ഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഇപ്പോൾ കഴിയാനായി. ഇപ്പോൾ ഏകദേശം ഒരു ആ ഫോട്ടോൻ്റെ ഒരു, അതായത് 100% വരില്ല ആ ഫോട്ടോ ആയിട്ട്, ഒരു ഏകദേശം ഒരു ലുക്ക്. അപ്പോൾ അത് 90% നമുക്ക് പക്കായിട്ട് കിട്ടും. അതായത് അവർ ക്യാമറ ഉപയോഗിച്ചാണ്, നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഫോട്ടോ. അപ്പോൾ എല്ലാം തീർന്നു. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. ഇതാണ് ആ പുള്ളിക്കാരൻ്റെ എടുത്ത ഫോട്ടോ, അതായത് നിതിൻ അലക്സ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മളെടുത്ത ഫോട്ടോ. അപ്പോൾ രണ്ടും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ഫോട്ടോഗ്രാഫി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ നമ്മൾ ഇനി ഇങ്ങനത്തെ വീഡിയോസായിരിക്കും ഇനി മോസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കാരണം മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ റീക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അമേസിങ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ലൈക്ക് അടിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബോ ഷെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും വൈൻഡിങ് ഔട്ട്.